ഹലോ നമസ്കാരം. നയനാസ് ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്നത് ബാലചന്ദ്രന് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിൽ ഉള്ള മകളാണ് അലീന എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞ് അവരെ കള്ളക്കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ ആങ്ങളമാർ പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേ ബാലചന്ദ്ര, നിനക്ക് അവിഹിതത്തിലുണ്ടായ ഒരു മകളാണ് അലീന എന്ന് ഞങ്ങളോട് മുഖത്ത് നോക്കി പറയാൻ, ഞങ്ങളുടെ പെങ്ങളെ നീ ചതിക്കുകയായിരുന്നെന്ന് പറയാൻ നിനക്ക് നാണില്ലേ ബാലചന്ദ്ര എന്നവർ മാറി മാറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങുകയാണ്, അവിടെ വെച്ച് എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു നാട്ടിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്, അമ്മയ്ക്ക് തീരെ വയ്യാന്ന്. ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് പോരുകയും ഇവിടെ നിന്ന് അമ്മയുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് താമസം മാറുകയും പിന്നെ ഞങ്ങൾക്ക് പരസ്പരം കോണ്ടാക്ട് ചെയ്യാനൊന്നും ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഞാൻ അന്വേഷിച്ച് പോവുകയോ അവൾ എന്നെ അന്വേഷിച്ച് വരികയോ ചെയ്തിട്ടില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും അതിനിടയിൽ ബാലചന്ദ്രൻ ഓരോ കൊള്ളി കുത്തുപോലെ പറയുന്നുണ്ട്. ആ സമയത്തല്ലേ വൈജയന്തി ആഗ്രയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ വൈജയന്തിയുടെ രണ്ടാമത്തെ ആങ്ങളുടെ മുഖം വല്ലാതെ മാറുന്നുണ്ട് കേട്ടോ. അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആൾ ചോദിക്കുന്നുമുണ്ട്, എന്തിനാ ബാലചന്ദ്ര നീ ആവശ്യമില്ലാത്ത ഒരേ സബ്ജക്റ്റുകൾ പറയണത്, നീ നിൻ്റെ കാര്യത്തിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ബാലചന്ദ്രന് ഒരു കോള് വരികയാണ്. അപ്പോൾ കോൾ എടുക്കാനായിട്ട് ഇവരോട് പെർമിഷൻ എടുത്ത് ബാലചന്ദ്രൻ പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ പുറത്തു പോയി ബാലചന്ദ്രൻ സംസാരിക്കുന്നത് നമ്മുടെ മനുവിനോടാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്തായി അങ്കിളെ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ, അങ്കിളിനോട് സംസാരിക്കാൻ വന്ന മീറ്റിംഗ് ഒക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒന്നും ആയിട്ടില്ലടാ, ഞാനൊരു ബോംബിട്ട് വെച്ചിരിക്കുകയായിരുന്നു, ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോവുമായിരിക്കും. നീ വിളിച്ചില്ലേ, നീ വിളിച്ചപ്പോൾ അത് ഒരു സ്റ്റെക്കായി, അതിനിടയിൽ ഒരു വടി പോലെ നീ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിള് എന്താ ഇപ്പോൾ അങ്കിളിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും അവളെൻ്റെ മകളാണ്, അവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തും മനുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിന് അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അങ്കിളിന് തിരിച്ചു പോകുന്നൂടെ, പിന്നെ എന്തിനാണ് ഈ മീറ്റിങ്ങിൻ്റെ ആവശ്യം എന്ന് മനു ചോദിക്കുന്നുണ്ട്. അതിന് ശേഷം അപ്പോൾ അവിടെ നമ്മുടെ ബാലചന്ദ്രൻ്റെ അളിയനുണ്ടല്ലോ, അപ്പോൾ ബാലചന്ദ്രൻ്റെ അളിയൻ വൈജയന്തിയുടെ ആങ്ങളമാരോടായിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ പറഞ്ഞ കഥകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബാലചന്ദ്രന് അങ്ങനത്തെ ഒരടുപ്പുള്ളതായിട്ട് ഞങ്ങൾക്കായിരിക്കും അറിയില്ല. ബാലചന്ദ്രൻ 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അവൻ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അതിനിടയിൽ അങ്ങനെ അവനൊരു അവിഹിത ബന്ധമോ ഒരു പ്രണയമോ ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ ആ മനുവിൻ്റെ കോള് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഇവരോട് സംസാരിക്കുകയാണ്. ബാലചന്ദ്രൻ അപ്പോൾ തിരിച്ച് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആഗ്രയിൽ വൈജ ജോലി തുടങ്ങിയത്. അപ്പോൾ വൈജയ്ക്ക് സ്റ്റാൻലിയാണ് അവിടെ ജോലി ശരിയാക്കി കൊടുത്തത് അല്ലേ എന്നൊക്കെ നമ്മുടെ വൈജയുടെ രണ്ടാമത്തെ ആങ്ങളിനോട് ബാലചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതല്ലല്ലോ നമ്മൾ സംസാരിച്ച് നിർത്തിയത്, നീ നിൻ്റെ കഥയിലേക്ക് വന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. കാരണം അവർക്ക് അറിയണ കഥകളാണല്ലോ, അവർ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കഥകളാണല്ലോ. ഓ, ബാലചന്ദ്രൻ അപ്പം ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ഇതല്ല അല്ലേ സംസാരിച്ച് വന്നത്, എനിക്ക് ഈ ഇടയായിട്ട് നല്ലൊരു ഓർമ്മ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും കഥയിലേക്ക് വരികയാണ്. ബാലചന്ദ്രൻ നുണക്കഥയാണ് പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും കഥയിലേക്ക് വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല, അവളും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അവളവിടെ എന്നെ അറിയിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളവിടെ തന്നെ ആ കുട്ടിയെ പ്രസവിച്ചു, ഒരു ഓർഫനേജിൽ കുട്ടിയാക്കി. അവിടെ വെച്ചിട്ടാണ് ബ്രിജിത മമ്മിയുടെ കയ്യിൽ അലീനയെ കിട്ടുന്നതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഈ ഇടയ്ക്കാണ്, അതായത് പറഞ്ഞു വരുമ്പോൾ കറക്റ്റ് 6 മാസങ്ങൾക്ക് മുമ്പാണ് ഞാനിതൊക്കെ അറിയുന്നത്.
അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അലീനയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ബ്രിജിത മമ്മിയെ എൻ്റെ അഡ്രസ്സ് കൊടുക്കുകയും ഞാനാണ് അച്ഛൻ എന്ന് അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബ്രിജിത മമ്മി എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും. ഇതൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ബ്രിജിത മമ്മിയുടെ ഓർഫനേജിൽ പോവുകയും എനിക്ക് എൻ്റെ മകളെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ എൻ്റെ മകളെ കാണുകയും ചെയ്തു. എത്ര കണ്ടിട്ടും എനിക്ക് എൻ്റെ മകളെ കണ്ട് മതിയാവുന്നില്ല. എൻ്റെ വീട്ടിലുള്ള 2 പെൺമക്കളെ പോലെ തന്നെയാണ് എനിക്ക് അവളും എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകളെ കണ്ടതിന് ശേഷം എനിക്ക് ഇനി എൻ്റെ മകളെ അനാഥാലയത്തിൽ ആക്കി പോരാനായിട്ടുള്ള എനിക്കൊരു മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ച് അവളെ എൻ്റെ കൂടെ നിർത്താനും എനിക്ക് ആ സമയത്ത് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാനും ബ്രിജിത അമ്മയും കൂടി തീരുമാനമെടുത്തത്. തിരിച്ച് ബ്രിജിത മമ്മി നമ്മുടെ കഴക്കൂട്ടത്ത് നിന്നും നമ്മുടെ തറവാട്ടിലെത്തുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ തീരുമാനത്തിൻ്റെ പുറത്താണ് മുത്തശ്ശനെ വന്ന് കാണുന്നതും. അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണ് ഞങ്ങളുടെ ഒരു കുട്ടിയെ ഇവിടെ സെർവൻ്റാക്കി നിർത്തണമെന്ന് ബ്രിജിത മമ്മി അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നതും. അങ്ങനെ ഹോം നേഴ്സായി നിർത്തിക്കോളാമെന്ന മുത്തച്ഛൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മുത്തച്ഛൻ മരിച്ചതിന് ശേഷം മനുവും ബാലചന്ദ്രനും പോയി കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വൈജയന്തിയുടെ 2ാമത്തെ ആങ്ങളയായ ശിവൻ ചാടി എഴുന്നേറ്റിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനയെയും അലീനയുടെ അമ്മനെയും ഒക്കെ മോശമായ രീതിയിൽ വളരെ തെറിയ രൂപത്തിലുള്ള സംഭാഷണങ്ങളാണ് പിന്നെ ആൾ സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ വളരെ കൂളായിട്ട് തന്നെ ആളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ശിവേട്ട ഇങ്ങനെ ചൂടാവുന്നത്? എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയില്ലേ, അപ്പോൾ അത് ഇനി ക്ഷമിക്കണം എന്ന് ബാലചന്ദ്രൻ വളരെ സമാധാന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ സംഭാഷണത്തിനിടയിൽ ശിവൻ്റെ കൂടെ വന്ന സുഭാഷ് എന്ന് പറഞ്ഞ ആൾ സംസാരിക്കുന്നുണ്ട്. നിനക്ക് നാണമില്ലേ ബാലചന്ദ്ര, നീ വ്യഭിചരിച്ചുണ്ടായ ഒരു മകളെ നിൻ്റെ ഫാമിലിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തൊക്കെ കാരണവശാലും ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, എൻ്റെ മകളാണ്, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ബാലചന്ദ്രൻ വളരെ സൗമ്യമായിട്ട് ദൃഢമായി തന്നെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പോൾ ശിവനോടായി ചോദിക്കുന്നുണ്ട്, ശിവേട്ടന് ഉറപ്പ് പറയാൻ പറ്റുമോ, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് വൈജയന്തി കന്യകയായിരുന്നു എന്ന് ശിവനേട്ടന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ വളരെ ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, തോന്നിവാസം പറയരുത് നീ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വളരെ സമാധാന രീതിയിലല്ലേ സംസാരിച്ചത്, ശിവേട്ടന് പറയാലോ, ആണെങ്കിൽ ആണെന്ന് പറയാം, പക്ഷേ ആണെന്ന് പറയുമ്പോൾ പറയുന്ന വാക്കിന് അത്രയും ഉറപ്പുണ്ടായിരിക്കണം ശിവേട്ട എന്ന് ബാലചന്ദ്രൻ പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, പറയൂ ശിവേട്ട, എൻ്റെ മുഖത്ത് നോക്കി പറയൂ, നിൻ്റെ പോലെയല്ല എൻ്റെ പെങ്ങൾ പരിശുദ്ധിയായിരുന്നു എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ശിവൻ ആകെ വിയർക്കാണ്. ശിവൻ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രന് മുഖം കൊടുക്കാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ കമലയുടെ ആങ്ങള കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കമലയുടെ ആങ്ങള നമ്മുടെ ബാലചന്ദ്രനോട് വളരെ ചൂടായിട്ട് പറയാണ്, നിനക്ക് അങ്ങനെ ഒരു സന്തതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിച്ചോളണം, അവൾക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതാവാം, പക്ഷേ അവരുടെ കൂടെ, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ അവളെ നിർത്താൻ കഴിയില്ല എന്ന്. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് ദേഷ്യത്തോടുകൂടെ പറയാണ്, ബാലചന്ദ്രന് ഒരൊറ്റ വാക്കേ ഉള്ളൂ, ബാലചന്ദ്രൻ്റെ മകൾ ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇത്രയൊക്കെ അവർ തമ്മിൽ അവിടെ സംസാരിച്ചിട്ടും പിന്നെ ശിവന് ഒന്നും പറയാൻ പറ്റുന്നില്ല ബാലചന്ദ്രനോട്. ഇനി ബാലചന്ദ്രനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി ശിവൻ പറയാനായിരിക്കണം, എൻ്റെ പെങ്ങൾ പരിശുദ്ധിയോടുകൂടിയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. അത് പറയാനായിട്ട് ഇനി ശിവന് കഴിയില്ലല്ലോ. അപ്പോൾ ആ ഷോട്ട് അവിടെ കട്ടാവുകയാണ്. അടുത്തത് നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലാണ്. ബാലചന്ദ്രൻ്റെ വീട്ടിൽ ബാലചന്ദ്രൻ വരുമ്പോൾ അലീന കാത്തു നിൽക്കുകയാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ വന്നാൽ എന്തൊക്കെയോ പറയാനുണ്ടാകുമെന്ന് അവൾക്കറിയാലോ. അപ്പോൾ അവൾ വന്നു അച്ഛനോടായി അച്ഛൻ്റെ മുഖത്ത് നോക്കി അച്ഛാ എന്നവൾ വിളിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ പോയി കുറച്ച് തണുത്ത നാരങ്ങ വെള്ളം എടുത്തിട്ട് വായോ, അകത്തും പുറത്തും ചൂടാണ് എന്ന് ബാലചന്ദ്രൻ മോളോട് പറയുന്നുണ്ട്. അവൾ അകത്തേക്ക് വെള്ളം എടുക്കാനും പോകുന്നുണ്ട്.
അച്ഛൻ മുകളിലേക്കും കയറി പോകുന്നുണ്ട്. വെള്ളവുമായി അലീന മുറിയിൽ ചെല്ലുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ അവിടുത്തെ വിശേഷം, എന്താണ് അവിടുത്തെ വർത്തമാനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ അങ്ങ് ഗൾഫിൽ നിന്ന് വന്നതാണെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തായി അച്ഛാ അവിടെ? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കുറച്ച് വർത്തമാനങ്ങളുണ്ടായി. പിന്നെ ഇത്രയും കാലം നീ എൻ്റെ ദത്തുപുത്രിയായിരുന്നല്ലോ, ഇന്നത് അങ്ങെടുത്ത് മാറ്റി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനെ അവൾ വല്ലാതെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്നെ എടുത്ത് താഴ്ത്തിട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, താഴ്ത്തിടല്ല ചെയ്തത്, നിന്നെ എടുത്ത് ഒന്നും കൂടി ഉയരത്തിലേക്ക് വിൽക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അവൾ വല്ലാതെ അതിശയത്തോടുകൂടി നോക്കുകയാണ് അച്ഛനെ. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇതെല്ലാം അവർ വിശ്വസിച്ചോ? അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഇത്രയും നാളും നീ എൻ്റെ ദത്തുപുത്രിയായിരുന്നു, ഇപ്പോൾ ഇന്നു മുതൽ നീ എൻ്റെ ചോരയാണെന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതെല്ലാം അവർ വിശ്വസിച്ചു അച്ഛാ. അപ്പോൾ പറയുന്നുണ്ട്, വിശ്വസിക്കാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ. അത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും എനിക്ക് അച്ഛൻ്റെ മകളാവാൻ കഴിഞ്ഞല്ലോ. എങ്കിലും അലീന വിഷമത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ കേട്ടിട്ട് അവർ അച്ഛനൊന്നും പറഞ്ഞില്ലേ, എന്തെങ്കിലും അവർ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവർ പറഞ്ഞില്ലേന്നോ, അവർ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു, അവരെന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. കാരണം അവർ പറയുന്നത് അവരെ പെങ്ങളെ തന്നെയാണല്ലോ. അലീന അപ്പോൾ വളരെ വിഷമത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല അല്ലേ അച്ഛാ, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലേ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വരട്ടെ, ഇനി അടുത്ത തീരുമാനം അവരത് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അടുത്തത് തീരുമാനിക്കാം. നീ എന്തിനാണ് വിഷമിക്കുന്നത്, നിനക്ക് അച്ഛനായി ഞാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡുമായി അടുത്ത വീഡിയോയിലൂടെ വരാം.